ആ വെയിറ്റിംഗ് വളരെ ഒരു പെയിൻഫുൾ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര എന്തൂസിയാസം ആയിരുന്നല്ലോ. അപ്പം 14 ഇയേഴ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇല്ല എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. അപ്പോൾ ഇതിന് മുമ്പത്തെ മാസ്റ്ററായ ചാരുജി മാസ്റ്ററിനൊരു ഡ്രീം വന്നു, ആയിട്ടില്ല, ഒരു കുറച്ച് വർഷവും കൂടെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്. രാവിലെ എണീക്കും, 4:30 മെഡിറ്റേഷൻ ചെയ്യും, വൈകുന്നേരം കോളേജ് വിട്ട് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ക്ലീനിങ് ചെയ്യും, നൈറ്റ് പ്രെയർ. അപ്പോൾ എന്താണ് ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഹാർട്ട്ഫുൾനെസ് എന്നൊരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരും സിറ്റിങ്സ് എടുത്തു തുടങ്ങി. 2019 നവംബറിലാണ് രാജി വിസിറ്റ് ചെയ്തത്. ഗ്രേസ്ഫുള്ളി ഓൾസോ ഹി അഗ്രീഡ് ടു ദ ഇൻവിറ്റേഷൻ ആൻഡ് കോളേജിൽ വന്നു. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിനൊരു സെഷൻ കണ്ടക്ട് ചെയ്തു. ക്വസ്റ്റൻ ആൻസർ സെഷനും മെഡിറ്റേഷൻ സെഷനും കണ്ടക്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും സ്റ്റുഡൻസും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. അത് ആ മണ്ണിനെ എടുത്ത് പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ, സാൻഡിനെ പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ സൈലീഷ്യ എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് റിലീസിങ് എനർജി. അതും മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു വൈറ്റൽ ഫോഴ്സിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെ കറക്റ്റ് ചെയ്യുന്നത്. അതായത് ബോഡിക്ക് ഒരു എയ്ഡ് പോലെയാണ് മെഡിസിൻ. നമ്മുടെ ശരീരം തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫ് മാത്രമല്ല, ഈ ജന്മത്തിലുള്ള പാസ്റ്റ്, ഈവൻ ചൈൽഡ്ഹുഡ് ട്രോമ, നമുക്ക് പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ ഇൻഡെപ്തായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ പോലും അറിയാതെ ചില ഫോബിയാസ്, ചില പേടികൾ, ചിലപ്പോൾ വെള്ളം കാണുമ്പോൾ പേടി, എന്താണെന്ന് അറിയില്ല, ആൻസേഴ്സ് ഇല്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്, ചില ട്രെയ്റ്റ്സ് ഉണ്ട് നമ്മുടെ നേച്ചറിൽ. അതിനെ പുറത്തേക്ക് എടുക്കാനും ഇതിനെയൊക്കെ റിലീസ് ചെയ്യാനായിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പി ഹെൽപ്പ് ചെയ്യും. ബെഡ് ടൈം പ്രെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മൾ പോലും അറിയാതെ ചെയ്ത തെറ്റുകൾ ശരിക്കും നമ്മൾ രാത്രി റിപ്പൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർഗീവ്നെസ് ചോദിച്ച് അതിന് റിപ്പൻറ്റൻസ് ചോദിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ ഒരു ട്രാൻസെൻഡൻസ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് ശരിക്കും ഇത് വായിച്ചപ്പോഴാണ്. സോ അതിലൂടെ മനസ്സിലായി ഹൗ ബ്യൂട്ടിഫുൾ ആർ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് ആർ. നമസ്തേ. കാന കാസ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഹാർട്ട്ഫുൾനെസ് മലയാളം ചാനൽ നമ്മൾ അടുത്ത കാലത്താണ് തുടങ്ങിയതെങ്കിലും ഇതിനോട് ഉള്ള പ്രതികരണം വളരെ സ്വാഗതാർഹമായിരുന്നു. ഇതിലെ പ്രോഗ്രാംസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ അജയ. സ്വാഗതം. ഡോക്ടർ അജയ കുറിച്ച് പറയുകയാണെങ്കിൽ യുവാക്കൾക്ക് ഒരു മാതൃക എന്ന് വേണമെങ്കിൽ പറയാം. ഹോമിയോ ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ ഹാർട്ട്ഫുൾനെസ് ട്രെയിനറാണ്. 17-ാമത്തെ വയസ്സിലാണ് ഹാർട്ട്ഫുൾനെസ് പരിശീലനം തുടങ്ങിയത്. 22-ാമത്തെ വയസ്സിൽ ഹാർട്ട്ഫുൾനെസ് ട്രെയിനറായി. അപ്പോൾ ഒരു ഹാർട്ട്ഫുൾനെസ് ട്രെയിനറാണ്, ഹോമിയോ ഡോക്ടറാണ്. അതിന് പുറമെ ഇപ്പോൾ ഹോമിയോപ്പതിയിൽ MD സൈക്യാട്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും റീസെൻ്റായിട്ടാണ് കേൾക്കുന്നത് ഹോമിയോപ്പതിയിൽ സൈക്യാട്രി വിഭാഗം ഉണ്ടെന്ന്. ഇതിനെല്ലാം പുറമെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഡോക്ടർ അജയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ റിഗ്രസീവ് തെറാപ്പിയിൽ ഒരു തെറാപ്പിസ്റ്റും കൂടിയാണ്. അതൊരു അപൂർവം ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമുക്ക് അജയെ പരിചയപ്പെടാം. താങ്ക് യു അജയ, സ്വാഗതം. താങ്ക് യു. അജയുടെ കുട്ടിക്കാലം ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വേയിൽ ഹാർട്ട്ഫുൾനെസ്സിൽ എത്തിയവരുള്ള കാര്യങ്ങളൊന്നും പറയാമോ? ഹാർട്ട്ഫുൾനെസ് അഥവാ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ സഹജ് മാർഗ് എന്ന് പറയുന്ന ഈ പാത്തിലോട്ട് എൻ്റെ പാരൻസാണ് ആദ്യമായിട്ട്. എവിടെയാണ് ജനിച്ചതും വളർന്നൊക്കെ? ഓക്കെ, ഞാൻ ബേസിക്കലി ട്രിവാൻഡ്രത്തു നിന്നാണ്, തിരുവനന്തപുരത്തു നിന്നാണ് ജനിച്ചത്. അവിടെയാണ് പഠനം, സ്കൂളും ഒക്കെ അവിടെ തന്നെയായിരുന്നു. പിന്നെ ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പാത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പാരൻസാണ് ആദ്യമായിട്ട് വീട്ടിലത് പ്രാക്ടീസ് ചെയ്യുന്നത്. പാരൻസിലൂടെ ഗ്രാൻഡ് പാരൻസ് ഈ പരിശീലനം സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ചെറുതിലെ തൊട്ടേ അത് കണ്ട് ഇൻസ്പയർഡ് ആയിരുന്നു. ആക്ച്വലി അച്ഛനും അമ്മയും മെഡിറ്റേറ്റ് ചെയ്യുന്ന കാണുമ്പം കുഞ്ഞിലെ അവരുടെ കൂടെ ചെന്നിരുന്ന് കണ്ണടച്ചിരിക്കുക, അതൊക്കെ ഒരു കൗതുകമുള്ള കാര്യമായിരുന്നു. അവരെന്താണ് ചെയ്യുന്നത്, എനിക്കും എന്താണ് കണ്ണടയ്ക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയണം എന്നുള്ള വളരെ ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ചോദിക്കും എപ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞ് പ്രായമായിട്ടില്ല. അന്ന് ഒരു അച്ഛനും അമ്മയും 1996
പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത് സഹജ് മാർഗ് ഓർ ഹാർട്ട്ഫുൾനെസ്. അപ്പോൾ എനിക്ക് 1 വയസ്സാണ് അച്ഛനും അമ്മയും ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ചെറുതിലെ തൊട്ടേ അത് കണ്ട് അപ്പോൾ പാരൻസ് പറയും പ്രായമാവട്ടെ, അതിനുള്ള ഏജ് ആകുമ്പോൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ 17 ഇയേഴ്സ് ആയപ്പോൾ തിരുപ്പൂർ പണ്ട് ഈ ഗ്യാതറിങ്സ് നടക്കുമായിരുന്നു, ഭണ്ഡാര എന്ന് പറഞ്ഞാൽ. അവിടെയാണ് ജൂലൈ ഭണ്ഡാരയ്ക്കാണ് ഫസ്റ്റായിട്ട് സിറ്റിംഗ് എടുക്കുന്നത്. ദാജി ആണ് അന്ന് ഫസ്റ്റ് സിറ്റിംഗ് തരുന്നത്. എല്ലാ ഭണ്ഡാരയുടെ കൂടെ തന്നെയാണ് ഫസ്റ്റ് സിറ്റിംഗ് കിട്ടിയത്. അങ്ങനെയാണ് അഭ്യാസിയാവുന്നത്. എങ്ങനെയായിരുന്നു ഇത്രയും വളരെ ചെറുപ്പം മുതലേ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫസ്റ്റ് സിറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഫസ്റ്റ് സിറ്റിംഗ് വെയിറ്റിംഗ് വളരെ ഒരു പെയിൻഫുൾ വെയിറ്റിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭയങ്കര എന്തൂസിയാസം ആയിരുന്നല്ലോ. അപ്പം 14 ഇയേഴ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇല്ല എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന്. അപ്പോൾ ഇതിന് മുമ്പത്തെ മാസ്റ്ററായത് ചാരുജി മാസ്റ്ററിനൊരു ഡ്രീം വന്നു, ആയിട്ടില്ല, കുറച്ച് വർഷവും കൂടെ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതിൽ. ഓക്കെ, അത് കാരണം ആ ഒരു ഫയർ കുറച്ചൊന്ന് താഴ്ന്നു. ഐ ഹാഡ് എ ഡ്രീം. അത് കഴിഞ്ഞിട്ട് 16 ഇയേഴ്സ് ആയപ്പോൾ ചാരുജിയുടെ ബർത്ത്ഡേൻ്റെ അന്ന് കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായി. ആ സമയത്ത് ചോദിച്ചു മാസ്റ്റർ, എനിക്കിങ്ങനെ അഭ്യാസിയാവണം, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, അപ്പം നമുക്ക് കാണാം എന്ന് പറഞ്ഞു. അപ്പം എന്നെ അഭ്യാസിയാക്കുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു നമുക്ക് നോക്കാം അപ്പോൾ വരുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു മനസ്സിലുള്ള ഫീലിംഗ്, ഞാൻ എൻ്റെ കണ്ടീഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ കണ്ടീഷൻ എങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് അറിയില്ല, പക്ഷെ ഉള്ളിലുള്ള ഒരു ആന്തരികാവസ്ഥ നല്ലതാണെങ്കിൽ മാസ്റ്റർ അഭ്യാസിയാക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇനീഷ്യേറ്റ് ചെയ്യും എന്നുള്ളത്. പക്ഷെ അതിനുശേഷം പിന്നെ മാസ്റ്ററിൻ്റെ ഹെൽത്ത് ഡീറ്റീരിയറേറ്റായി. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ അഭ്യാസീസിൻ്റെയും കൂടെ തിരുപ്പൂർ ഭണ്ഡാരയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴാണ് ദാജീനെ കാണാൻ സാധിച്ചതും. അപ്പോഴാണ് ചോദിച്ചത് അഭ്യാസി ആയിക്കോട്ടെ, അപ്പോൾ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇനീഷ്യേറ്റ് ആയത്. 2012 ഫസ്റ്റ് സിറ്റിംഗ് അല്ലേ? അപ്പോൾ അതിനുശേഷം എന്ത് ചേഞ്ചസ് ആണ് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസിന് ശേഷം ആജയ്ക്ക് ഫീൽ ചെയ്തത്? അതുവരെയുള്ള ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻട്രോവേർട്ടായിരുന്നു. ഇപ്പം അല്ല എന്നല്ല, പക്ഷെ ആവശ്യാനുസരണം എക്സ്പ്രസ് ചെയ്യാനായിട്ടും, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അതിൻ്റേതായിട്ടുള്ള ആ ഒരു നിറത്തിൽ പുറത്തെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു 11th കഴിഞ്ഞ് 12th കയറുന്ന ആ സമയത്തായിരുന്നു. അപ്പോൾ സ്കൂൾ ബസ് 6:30 വരും. അപ്പോൾ സ്കൂൾ ബസ്സിലിരുന്നാണ് എൻ്റെ മെഡിറ്റേഷൻ. രാവിലെ റെഡി ആയിട്ട് ബസ്സിലിരുന്നായിരുന്നു മെഡിറ്റേഷൻ. പക്ഷെ മുടങ്ങാണ്ട് ചെയ്യണം എന്നുള്ള തീവ്രത ഉണ്ടായിരുന്നു. അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ പതുക്കെ കാര്യങ്ങളിലോട്ടുള്ളൊരു എക്സലൻസ് വന്നു തുടങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിച്ചു. എല്ലാത്തിനും അങ്ങനെ പിൻവാങ്ങി നിൽക്കുന്നതിൽ ഇല്ല, ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വരാനായിട്ടും അങ്ങനെ എന്താ പറയുക, സ്കൂൾ ലീഡറായി. ആ സമയത്തും ആ ഒരു ഇൻ്റർവ്യൂ സമയത്തും നമുക്ക് എന്താണ് നമ്മുടെ ഹാർട്ടിലുള്ള ശരിക്കത്തെ ഫീലിങ്സ്, എന്താണ് വേർഡ്സ്, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പ്രസീവ് നേച്ചർ, അത് മെഡിറ്റേഷനിലൂടെയാണ്. പിന്നെ പോയിസ്, ഒരു കാംനെസ്, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ആ കാംനെസ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയതൊക്കെ ഒരു മെഡിറ്റേറ്റീവ് പ്രാക്ടീസിൻ്റെ റിസൾട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ഉപരി പറയുകയാണെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൽ റിജുവിനേഷൻ, ക്ലീനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു വണ്ടർ സ്ട്രക്ക് ആക്കിയൊരു സംഭവം. അതായത് എന്താണ് ക്ലീനിങ്ങിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ ഒരു റിജുവിനേറ്റഡ് സ്റ്റേറ്റ് എത്തുന്നത്, അതും കൂടെയാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം. എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനീഷ്യേഷൻ കിട്ടാണ്ട് നമുക്ക് റിജുവിനേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് വെരി ഗുഡ്. അന്നൊക്കെ 18 വയസ്സിലാണ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് അല്ലേ? ഇപ്പോൾ 17 വയസ്സിലാണ് ഡോക്ടർ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ 22ാമത്തെ വയസ്സിലാണ് ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ ആവുന്നത്. അത് എങ്ങനെയായിരുന്നു അതിൻ്റെ അതും താരതമ്യേന വളരെ ചെറിയ പ്രായത്തിലാണ് ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ ആവുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ? BHMS സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഒരേ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ മെഡിറ്റേഷൻ മുടങ്ങാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെ തിരക്ക്, ഹോസ്റ്റലിലായിരുന്നു അന്ന്, നമ്മുടെ കോളേജിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല.
അപ്പോൾ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഏതായിരുന്നു കോളേജ്? ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലാണ്, കന്യാകുമാരി. അവിടെയാണ് UG ചെയ്തത്. അപ്പോൾ ആ സമയത്ത് സ്ട്രിക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം, മെഡിറ്റേഷൻ മുടങ്ങാൻ പാടില്ല, അതിൻ്റെ കൂടെ പഠിത്തം കൊണ്ടുപോകണം എന്നുള്ള ഒരേ ഒരു എയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇത്ര കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, രാവിലെ എണീക്കും, 4:30 മെഡിറ്റേഷൻ ചെയ്യും, വൈകുന്നേരം കോളേജ് വിട്ട് വന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ക്ലീനിങ് ചെയ്യും, നൈറ്റ് പ്രെയർ, അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബുക്സ് വായിക്കും, മിഷൻ ലിറ്ററേച്ചർ വായിക്കും. അപ്പോൾ എന്താണ് ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ഹാർട്ട്ഫുൾനെസ് എന്നൊരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തരായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് അവരും സിറ്റിങ്സ് എടുത്തു തുടങ്ങി. പിന്നെ നമ്മുടെ റൂം എന്ന് പറഞ്ഞൊരു മെഡിറ്റേഷൻ ഇല്ല, പ്രിസെപ്റ്റർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സിറ്റിങ്സ് റിമോട്ട് സിറ്റിങ്സ് ആയിരുന്നു. എൻ്റെ സെൻട്രൽ ജയശ്രീ ആൻറ്റിയാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. റിമോട്ട് സിറ്റിംഗ്, റിമോട്ടായിട്ട് നമ്മൾ അന്ന് ഫോൺ പോലും ഇല്ല, അപ്പോൾ കോയിൻ ബൂത്തിൽ വിളിച്ച് പറയും ആൻറ്റി 10 പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റി റെഡിയാവും, അങ്ങനെ ഇരിക്കും. പിന്നെ അതിനുശേഷം നമ്മുടെ സെൻട്രലിൽ വന്ന് സിറ്റിംഗ് എടുക്കാൻ പറ്റുന്നവർ സെൻട്രലിൽ പോയി അവരവരുടെ ആശ്രമം. പിന്നെ ഇത് ബോർഡറിലായതുകൊണ്ട് പകുതി കുട്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് പകുതി കേരളത്തിൽ നിന്നാണ്. അപ്പോൾ അവരവർക്ക് പറ്റുന്ന സെൻട്രലിൽ, ഇപ്പോൾ വെക്കേഷന് പോകുമ്പോൾ 3 സിറ്റിങ്സ് ഡയറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നവർ അവരുടെ സെൻട്രൽ, മധുരൈ, തിരുനെൽവേലി, നാഗർകോയിൽ, അവിടെയൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ അവരുടെ സെൻട്രലിൽ പോയിടും. അപ്പോൾ എന്താ പറയുക, ഒരു കൂട്ടായ്മയായിരുന്നു ആക്ച്വലി. വി റിയലി എൻജോയ് ദ പ്രോസസ് മെഡിറ്റേറ്റിംഗ് ടുഗെദർ. ആ റൂമിന് തന്നെ ഒരു എൻവയോൺമെൻ്റ് ആയി, എല്ലാവരും ഒരുമിച്ചിരുന്ന് ലിറ്ററേച്ചർ വായിക്കും. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോസസ്. ആൻഡ് ആ വീക്കെൻഡിലാകുമ്പോൾ സത്സംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള അടുത്തൊരു, ഇറ്റ് വാസ് ലൈക്ക് ഔട്ട് ഓഫ് സോ മച്ച് ഓഫ് എൻതൂസിയാസം ആൻഡ് ജോയ് ആയിരുന്നു ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വീണ്ടും കുറേ ആൾക്കാർ റിക്വസ്റ്റ് വന്നപ്പോൾ നമുക്ക് പ്രിസെപ്റ്റേഴ്സ് ഇല്ല. പിന്നെ 11 o'clock ചില സീനിയേഴ്സൊക്കെ വരും, എനിക്ക് സിറ്റിംഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ രാത്രി 11 o'clock നമുക്ക് കണക്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് മാസ്റ്റർ ആദ്യം രാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കോളേജിൽ അന്ന് ഒമേഗ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ജൂനിയറും ജോയിൻ ചെയ്തു. അതിനുശേഷം അതിശയത്തിൽ എല്ലാ ജൂനിയർ ബാച്ചിലും ഓരോരോ ഓൾറെഡി ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണേഴ്സ് ജോയിൻ ചെയ്യാൻ തുടങ്ങി. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും മാസ്റ്റർക്ക് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, കോളേജിൽ നമ്മൾ ഉണ്ടാകുന്നത്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അവിടെ ട്രെയിനർ ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്ന്, ട്രെയിനർ ആയിക്കൂടെ എന്നുള്ളത്. അങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ സജസ്റ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു ആ ട്രാൻസിഷൻ പറയാമോ? അതായത് ഒരു ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണറിൽ നിന്ന് ഒരു ഹാർട്ട്ഫുൾനെസ് ട്രെയിനറിലേക്കുള്ള ട്രാൻസിഷൻ, ഇപ്പോൾ നമ്മൾ പ്രിസെപ്റ്റർ എന്ന് വിളിക്കുന്ന ആ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്? ഡിഫറൻസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്ക് ഒരു ഫാക്ടറായിട്ട്. റെസ്പോൺസിബിലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആസ് എ ട്രെയിനർ. ഇൻഡിവിജ്വലി തോന്നിയ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിപ്പറേറ്ററി വർക്ക് വാസ് വെരി ജോയ്ഫുൾ. എല്ലാ കോളേജിലുള്ള പല പല തിരക്കും യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ മോഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുക, ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, ഡയറി എഴുതുക. ഇറ്റ് വാസ് വെരി ജോയ്ഫുൾ പ്രോസസ്. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് ഇസ് വെൻ യു ആർ റിയലി ഡെഡിക്കേറ്റഡ് ഇൻ സർവീസ്, ബാക്കി കാര്യങ്ങൾ ഇറ്റ് ഫോൾസ് ഇൻ പ്ലേസ് എന്ന് തോന്നി. എക്സാംസ് ഒന്നും ഒരു സ്ട്രെസ് ആയിരുന്നില്ല എന്നല്ല പറയുന്നത്, ഇതിൻ്റെ കൂടെ എല്ലാം നടന്നു പോയി. ആക്ച്വലി യൂണിവേഴ്സിറ്റി എക്സാം കഴിഞ്ഞ ഉടനെ ആയിരുന്നു ട്രെയിനിങ്. അപ്പോൾ അതിൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി എക്സാമും നടന്നു, ട്രെയിനിങ് കഴിഞ്ഞു, അതിനുശേഷം റിസൾട്ടും വളരെ പോസിറ്റീവായിരുന്നു. 3rd year പഠിക്കുമ്പോഴാണ് ട്രെയിനർ ആവുന്നത്. അപ്പോൾ കോളേജിൽ അജയ് ഒരു ഹീറോ ആയിരിക്കില്ലേ, ഹീറോയിൻ? അങ്ങനെയല്ല, കാരണം ഒരേ ഒരു ട്രെയിനർ മാത്രമേ ഉള്ളൂ. എത്ര കുട്ടികളുണ്ടായിരുന്നു ഈ അഭ്യാസീസ് ആയിട്ട് അവിടെ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 50 പേരാണ്. പിന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജൂനിയേഴ്സും ഞാൻ മാത്രമല്ല, ഒരു ട്രെയിനർ ഞാൻ മാത്രമായിരുന്നെങ്കിലും ജൂനിയർ ബാച്ചസ് എന്നുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ടീമായിട്ടായിരുന്നു അവിടെ ഓർഗനൈസ് ചെയ്തിരുന്നത്. പിന്നെ കോളേജിൻ്റെ കോർപ്പറേഷനും വളരെ വലുതായിരുന്നു. പ്രിൻസിപ്പൾ അവരൊക്കെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ, മോഹൻ സർ, ചെയർമാൻ സർ, സുഗതൻ സർ, അജയൻ സർ. അജയ് അവിടെ നിന്ന് പോരുമ്പോഴേക്കും എത്ര അഭ്യാസികൾ ഉണ്ടായിരുന്നു അവിടെ? 250 അഭ്യാസീസ് ഉണ്ടായിരുന്നു. ദാജി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അല്ലേ? അതെ, 2019 നവംബറിലാണ് ദാജി വിസിറ്റ് ചെയ്തത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് 250 അഭ്യാസീസ്
ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പോൾ ദാജി ട്രിവാൻഡ്രം വഴി നാഗർകോവിലോട്ട് പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് അറിഞ്ഞത്. അന്നും ഞാനപ്പോൾ ഇൻറ്റേൺസ് ഹൗസ് സർജൻസി ചെയ്യായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്തായാലും കോളേജ് എൻ റൂട്ടാണ്, കന്യാകുമാരിയിലോട്ട് വരുന്നുണ്ട്, കോളേജസ് എൻ റൂട്ട്. സോ റിക്വസ്റ്റ് ചെയ്തു ദാജിയുടെ കൂടെ വരുന്ന ടീമിനോടും ദാജിക്കും ഇമെയിൽ ചെയ്തു, ഇങ്ങനെ ഇത്രയും അഭ്യാസീസ് ഉണ്ട്, ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട്. സോ ഇഫ് യു മേ ടു വിസിറ്റ് our college and address our youth and the staff, it will be of great help. I mean, it will motivate many new seekers as well. അങ്ങനെ ദാജി gracefully also he agreed to the invitation and കോളേജിൽ വന്നു. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസർ സെഷനും മെഡിറ്റേഷൻ സെഷനും കണ്ടക്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും സ്റ്റുഡൻസും അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായി. ഓക്കെ, ഗുഡ്. അപ്പോൾ ദാജിയായിട്ട് സ്ഥിരം കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ടല്ലേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ ബേസിസിൽ അയക്കാറുണ്ട്, അതിനെല്ലാം റിപ്ലൈ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ദാജിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നുണ്ടായിരുന്നു? അത് ചെയ്യാൻ പറയാമോ? ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫോർ മീ ഹീ ഈസ് എ മെൻറ്റർ, ഗുരു ആൻഡ് എ ബിലവഡ്. ഓക്കെ. സോ വാട്ട് എവർ, എനിക്ക് ഒരു ഫിൽറ്റർ ഇല്ലാതെ നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ഷെയർ ചെയ്യാം, മനസ്സിലാക്കുന്ന, അതായത് നമ്മുടെ ഗുരുവിന് മാത്രമേ നമ്മുടെ ഇന്നർമോസ്റ്റ് സ്കോറ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉറച്ചായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം അതാണ് എനിക്ക് ദാജിയായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്തത്. എൻ്റെ മോള് അഭ്യാസിയായ സമയത്ത് പറയാം, അവളും ഇതുപോലെ 17 ഇയേഴ്സിലായത്. അപ്പോൾ ആ സമയത്ത് എന്നോട് പറയാറുണ്ട്, ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടില്ല എന്നുള്ള ഒരേ ഒരു റിലേഷൻഷിപ്പാണ് മാസ്റ്ററുമായിട്ടുള്ളത്. ഷീ ഓൾവേസ് യൂസ് ടു സേ ദാറ്റ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരിക്കലും നമ്മൾക്ക് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല എന്നുള്ള ഒരു മെയിൽ റിലേഷൻഷിപ്പ്, അതാണ് മാസ്റ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ പെർസീവ് ചെയ്യണ മാതിരി ഫാദറായിട്ടോ മദറായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിൽ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ ഹോമിയോപ്പതി ഓപ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് റീസൺസ് ഉണ്ടോ? ഹോമിയോപ്പതി ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള എൻ്റെ മുത്തശ്ശൻ ഹോമിയോ ഡോക്ടറായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഡോക്ടർ PT കൃഷ്ണൻ നമ്പ്യാർ. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് കൊച്ചുമക്കളിൽ ഒരാളെങ്കിലും ഈ ഫീൽഡിലേക്ക് വരണം. പുള്ളി വൈദ്യഭൂഷണായിരുന്നു, ആയുർവേദവും ഹോമിയോപ്പതിയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ പറഞ്ഞു ഹോമിയോപ്പതി ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എല്ലാം മാസ്റ്ററാണ്, അതായത് മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹോമിയോപ്പതി ഐ വാസ് വില്ലിങ് ടു ടേക്ക്, ബട്ട് ഐ വോണ്ട് മാസ്റ്റേഴ്സ് അപ്രൂവൽ എന്നുള്ളതായിരുന്നു. അപ്പോൾ ചാരുജി മാസ്റ്ററിനോട് മെയിൽ ചെയ്ത് ചോദിച്ചു, ഇതൊക്കെയാണ് എൻ്റെ മാർക്കും പെർസെൻറ്റേജും ഒക്കെ, ചാരുജി മാസ്റ്ററിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ചാരുജി പറഞ്ഞു യെസ്, ഗോ അഹെഡ് വിത്ത് BHMS. ഓക്കെ. സോ മാസ്റ്ററുടെ അച്ഛൻ ഹോമിയോ ഡോക്ടർ ആയിരുന്നല്ലോ, ചാരുജി മാസ്റ്റർ. അദ്ദേഹം പറയാറുണ്ട് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം അതിൽ ഒരു വളരെ ഇതായിട്ടുള്ളൊരു ഐഡിയ ഞാൻ നോക്കാറുള്ളതെന്ന് വെച്ചാൽ, ഡ്രഗിൻ്റെ പൊട്ടൻസി കൂട്ടണമെങ്കിൽ അതിനെ ഡൈലൂട്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരിക്കൽ ചാരുജീനെ പറഞ്ഞിരുന്നു അതുപോലെയാണത്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ്, നമ്മൾ എത്ര ഡൈലൂട്ട് ചെയ്താലും അതിൻ്റെ പൊട്ടൻസി കൂടുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വൈറസ് എടുത്താലും അതിൻ്റെ ഉള്ളിൽ there's a divinity ഉണ്ട്. ഇറ്റ് ഈസ് ടു സ്മോൾ. പക്ഷേ നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മളെ കൊല്ലാനുള്ള അത്ര പൊട്ടൻസി ഉണ്ട് അതിന്. അപ്പോൾ അണോരണീയം മഹതോമനീയം എന്നുള്ള ആ പ്രിൻസിപ്പിളാണ് അതിൽ നിന്ന് ചാരുജി മഹാരാജ് ഒരിക്കൽ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള എനിക്ക് അജയ് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഈസ് ഇറ്റ് റിയലി ട്രൂ? യെസ്, ആബ്സല്യൂട്ട്ലി. എത്രത്തോളം പൊട്ടൻറ്റൈസ് ആവുന്നു അത്രത്തോളം അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂടാണ്. അപ്പോൾ നമ്മൾ ഹയർ പൊട്ടൻസി മെഡിസിൻ കൊടുക്കുമ്പോൾ ഒരുപാട് തവണ ആലോചിച്ച് ആ വ്യക്തിയുടെ സസെപ്റ്റബിലിറ്റി, ആ വ്യക്തിക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്പോസിഷൻ ഉണ്ടെന്നനുസരിച്ചിട്ടാണ് ഈ പൊട്ടൻസി സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് പോലെ തന്നെയാണ്, എത്രത്തോളം സട്ടിലാവുന്നോ അത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ള പോലെ. എത്രത്തോളം സട്ടിലാണ് ലവ്, അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്നുള്ള പോലെ തന്നെയാണ് ഈ മെഡിസിൻസ്. അപ്പോൾ ഈ ഡൈലൂട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടൻസി കൂടുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? പൊട്ടൻറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡാണ് അതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യുലർ എനർജി റിലീസ് ചെയ്യപ്പെടുന്നു. അതായത് ഇപ്പോൾ മണ്ണിന് നമുക്ക് ശരിക്കും ഒരു തെറാപ്യൂട്ടിക്
അല്ലാണ്ട് ക്ലേ, മുൾട്ടാണി അതുപോലെയല്ല, അല്ലാണ്ട് സാധാരണ ഒരു മണ്ണിന് ഒരു തെറപ്യൂട്ടിക്, ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട്, സൈലീഷ്യ. അത് ആ മണ്ണിനെ എടുത്ത് പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ, സാൻഡിനെ പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോൾ സൈലീഷ്യ എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ് ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ സ്റ്റാർട്ട് റിലീസിങ് എനർജി വിച്ച് ഹാസ് എ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി. സൂക്ഷ്മത്തിലാണ് ശക്തി. സൂക്ഷ്മ ശരീരം. അതും മാത്രമല്ല, നമ്മുടെ ഉള്ളിലൊരു വൈറ്റൽ ഫോഴ്സിനെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അതിനെ കറക്റ്റ് ചെയ്യുന്നത്. അതായത് ബോഡിക്ക് ഒരു എയ്ഡ് പോലെയാണ് മെഡിസിൻ. നമ്മുടെ ശരീരം തന്നെയാണ് ഹീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സൈക്കാട്രി ചെയ്യാന്നല്ലേ പറഞ്ഞത് MD? ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഹോമിയോപ്പതിയിൽ സൈക്കാട്രി ഉണ്ടെന്നുണ്ട്. അതെങ്ങനെ സൈക്കാട്രി ലെവലിലേക്ക് പോകാനുള്ള ഒരു താല്പര്യം? സൈക്കാട്രിയിലോട്ട് പോകാൻ UG കഴിഞ്ഞിട്ട് ആ സമയത്തായിരുന്നു കോവിഡ് വന്നത്. അപ്പോൾ 2 years ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതിൻ്റെ കൂടെ ഞാൻ സൈക്കോളജിയുടെ ഒരു കോഴ്സും ചെയ്യുന്നുണ്ടായി. അതിലോട്ട് തിരിയാൻ കാരണം ദാജിയുടെ ഒരു വർക്ക് ഉണ്ട്, യോഗിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അത് വായിച്ചപ്പോഴാണ് ശരിക്കും മനുഷ്യ മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലുള്ള വൃത്തീസ്, ക്ലേശാസ്, പല രീതിയിലുള്ള വേൾപൂൾസ് എങ്ങനെയാണ് മൈൻഡിൽ ഫോം ചെയ്യുന്നത്, ഈവൻ ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിനെ കുറിച്ച് പോലും അതിൽ വളരെ ഇൻഡെപ്തായിട്ട് ദാജി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കണക്റ്റിംഗ് വിത്ത് സ്പിരിച്വാലിറ്റി. സോ രണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി സൈക്കോളജി പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ അതിൽ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പം ഒരു ബുക്സും ഇതിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ടില്ല, യോഗിക് സൈക്കോളജിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട്. മനുഷ്യ മനസ്സിന് ഇത്രയും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തതായിട്ട് എനിക്ക് വേറെ ഒന്നിലും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ദാജിനോട് തന്നെയാണ് ചോദിച്ചത് അടുത്ത എന്ത് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ദാജി MD എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് MD എൻട്രൻസ് ക്ലിയർ ചെയ്തപ്പോൾ ചോദിച്ചു ഏത് ഫീൽഡിൽ. MDയിൽ പല ഫീൽഡുണ്ട് നമുക്ക്, ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, സൈക്യാട്രി, അതുപോലെ ഹോമിയോപ്പതി സബ്ജക്ട്സും ഉണ്ട്. ദാജി പറഞ്ഞു സൈക്യാട്രി. അതായത് ഒരു ഡൗട്ടില്ലാത്ത പോലെ തന്നെയാണ് ദാജി പറഞ്ഞത്. എനിക്കും ഒബ്വിയസ്ലി ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ MD സൈക്യാട്രി ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതിൻ്റെ കൂടെ പ്രാക്ടീസ്. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞ് MD വേറൊരു കോളേജിലല്ലോ വന്ന്. അതെ. അപ്പോൾ അവിടെ ഈ MD സൈക്കാട്രിക്ക് പഠിക്കുന്നു. ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു അവിടെ? കുട്ടികൾ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാനയിൽ തന്നെയാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സ് കാന ശാന്തിവനത്തിലാണ് ഇപ്പോൾ റെസിഡൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കോളേജ് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കമ്മ്യൂട്ട് ചെയ്യും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും വിസിറ്റ് ചെയ്യണം. പലരും നമ്മളിവിടെ റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്രമല്ല, വേറെയും 2-3 പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് കാന ശാന്തിവനത്തിൽ നിന്ന്. അപ്പോൾ അത് കാരണം പലരും കോളേജിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സിറ്റിങ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലരും ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഡോക്ടർ അജയ ഒരു ഹോമിയോ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരു ഹോമിയോപ്പതിയും സ്പിരിച്വാലിറ്റിയും മെഡിറ്റേഷനും എങ്ങനെയാണ് ലിങ്ക് ചെയ്യുക? ഇറ്റ്സ് വെരി ക്ലോസ്ലി. സപ്പോസ് ഒരു ഡോക്ടർ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ സ്പിരിച്വാലിറ്റിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്, എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്? മെയിനായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ്സാണ് മെയിൻ ഒരു ഫാക്ടർ. അതായത് ഈ ഒരു പ്രൊഫഷൻ ആണെങ്കിലും ഇപ്പം MD പഠിക്കുമ്പോഴാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ലെവൽ ഓഫ് സ്ട്രെസ് ഉണ്ട്. അപ്പോൾ പലരും പേഴ്സണൽ ഇഷ്യൂസും ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പഠിക്കുന്നതിൻ്റെ ഒരു പ്രഷറും ഉണ്ടാവും. സോ ഇതെങ്ങനെയാണ് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും ബാലൻസ് ചെയ്യണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉള്ളതാണ്. പറയും ജസ്റ്റ് ട്രൈ ദിസ് ഹാസ് റിയലി ഹെൽപ്പ് മീ, ലൈക്ക് ഫ്രം UG ദിസ് ഹാസ് റിയലി ഹെൽപ്പ് മീ ഇൻ പ്രിപ്പയറിങ് ഫോർ എക്സാംസ് ആൻഡ് പ്രാക്ടീസിലാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. ലൈക്ക് എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ദാജി പറയണ മാതിരി തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൂ. ദിസ് ഈസ് നോട്ട് എ പ്രഷർ. അങ്ങനെ ലൈക്ക് ദേ സ്റ്റാർട്ടഡ് എക്സ്പെരിമെൻറ്റിങ് ആൻഡ് I can feel that they are coming up front and asking for sessions. അപ്പോൾ എക്സ്പീരിയൻസിലാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. നമ്മൾ എന്തൊക്കെ സയന്റിഫിക് ആയിട്ടും തിയററ്റിക്കൽ ആയിട്ട് പറഞ്ഞാലും സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ന്യൂ സീക്കറെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻഷ്യൽ മെത്തേഡാണ് ബെസ്റ്റ് എന്നാണ് ഡോക്ടർ അജയുടെ അഭിപ്രായം. അതെ, ഉറപ്പായിട്ടും. ഓക്കെ, നൗ അനദർ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, യുവർ എ റിഗ്രഷൻ തെറപ്പിസ്റ്റ് ആണ്. റിഗ്രഷനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ സോൾമേറ്റ്സ്, അതുപോലെ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ബ്രിയാൻ വീസ് അല്ലേ? സോറി, ബ്രിയാൻ വീസിൻ്റെ മെനി മാസ്റ്റേഴ്സ് ആൻഡ് മെനി ലൈഫ്സ്, അതൊക്കെ
8 പുസ്തകങ്ങളും മറ്റുണ്ട്. ഞാനെപ്പോഴും റിഗ്രഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതാണ് അതിൽ ആ ഡിപ്രഷന് ട്രീറ്റ്മെൻറ്റ് വരുന്ന ആ കുട്ടിയുടെ കാര്യമായിട്ട്. എങ്ങനെയാണ് ആ റിഗ്രസീവ് തെറാപ്പിയിൽ ഡോക്ടർക്ക് ഇൻട്രസ്റ്റ് വന്നത്? നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ആ ബുക്ക് തന്നെയാണ് ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്, മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ്. അതിനുശേഷം പിന്നെ വായിക്കുന്ന ബുക്ക് മെറ്റഫോഴ്സ് ഓഫ് മെമ്മറി ബൈ ഡോക്ടർ നട്വർ ശർമ്മ. അതും ഇതെല്ലാം കോവിഡ് ടൈമിൽ തന്നെയാണ് എക്സ്പ്ലോർ ചെയ്തത്. മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് മുമ്പേ വായിച്ചിട്ടുണ്ട്. ആ തെറപ്പിനെ കുറിച്ച് വളരെ കൗതുകത്തോടു കൂടി നോക്കിയേ, ഇത് നല്ലൊരു തെറപ്പി ആണല്ലോ, ഇത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഇഷ്യൂസിനെ പോലും, അതായത് ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് പോലും വരാൻ സാധ്യതയുള്ള ഒരു തെറപ്പിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് കൂടുതൽ അറിയണം എന്ന് തോന്നി. അതിനുശേഷമാണ് മെറ്റഫോഴ്സ് ഓഫ് മെമ്മറി, അദ്ദേഹം ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണറാണ്, അതിൻ്റെ ഓത്തർ ഡോക്ടർ നട്വർ ശർമ്മ. ആ ബുക്ക് വായിച്ചു. അപ്പോഴും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം. ഡോക്ടർ നട്വർ ശർമ്മ നമ്മുടെ ചാർജി മഹാരാജിൻ്റെ അസോസിയേറ്റും കൂടി. അതെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡോക്ടറാണ്. അപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം ഫസ്റ്റ് ബാച്ച് ഓഫ് റിഗ്രഷൻ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നും. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ ഗുരു റിഗ്രഷൻ തെറപ്പി. അപ്പോൾ ഈ റിഗ്രഷനും മെഡിറ്റേഷനും സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുക? ഒരുപാട് കണക്റ്റഡ് ആണ്. അതായത് പാസ്റ്റ് ലൈഫ് മാത്രമല്ല, ഈ ജന്മത്തിലുള്ള പാസ്റ്റ്, ഈവൻ ചൈൽഡ്ഹുഡ് ട്രോമ, ഇതിനൊക്കെ റിലീസ് ചെയ്യാനായിട്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പി ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ പേര് ട്രാൻസ്പേഴ്സണൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പി, ഞാൻ ചെയ്യുന്ന കോഴ്സ്, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുന്നതും. അതായത് നമ്മുടെ ക്ലീനിങ്ങിൽ എങ്ങനെയാണോ അന്നന്ന് അക്യൂമുലേറ്റ് ചെയ്ത ഇംപ്രഷൻസ് ക്ലീൻ ചെയ്യുന്നത്, നമുക്ക് പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസിൻ്റെ ഇൻഡെപ്തായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യമുണ്ട്. അതിനെ പുറത്തേക്ക് എടുക്കാനും അതിൻ്റെ പുറകെയുള്ള സ്റ്റോറി മനസ്സിലാക്കാനും അതിലൂടെ അണ്ടർസ്റ്റാൻഡിങ് വന്ന് അതിലൂടെ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു മെത്തേഡാണ് റിഗ്രഷൻ തെറപ്പി. സോ ഡെഫിനറ്റ്ലി ഇത് വളരെ റിലേറ്റഡ് തന്നെയാണ് മിഷൻ പ്രാക്ടീസ് ആയിട്ട്. അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ ക്ലീനിങ്, നമ്മുടെ ഹാർട്ട്ഫുൾനെസ്, സിമ്പിൾ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റിഗ്രഷൻ തെറാപ്പിക്ക് റിലവൻസ് ഉണ്ടോ? റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിലിജൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു തെറപ്പിയുടെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പോലും അറിയാതെ ചില ഫോബിയാസ്, ചില പേടികൾ, ചിലപ്പോൾ വെള്ളം കാണുമ്പോൾ പേടി എന്താണെന്നറിയില്ല, ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലോട്ട് പോകുമ്പം they might have got drowned in past life or maybe in childhood. ഡെത്ത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉണ്ടായത്. അങ്ങനെ ചില ആൻസേഴ്സ് ഇല്ലാത്ത ചില ചോദ്യങ്ങളുണ്ട്, ചില ട്രെയ്റ്റ്സ് ഉണ്ട് നമ്മുടെ നേച്ചറിൽ. അതിനെ റിലീസ് ചെയ്യാനായിട്ട് ഈ തെറപ്പി ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാൽ തന്നെ ഓവർ ദ പ്രാക്ടീസ് ഓഫ് ഹാർട്ട്ഫുൾനെസ് ഇതെല്ലാം തന്നെ റിലീസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സാധ്യതയുണ്ട് ആക്ച്വലി. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സൈക്കാട്രി ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ അലോപ്പതിയിൽ സൈക്കാട്രിയിൽ അബ്രിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് പറഞ്ഞു. അപ്പോൾ എന്താണ് അബ്രിയാക്ഷൻ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ പെൻറ്റത്താൽ സോഡിയം ഒരു മൈൽഡ് ഡോസ് കൊടുത്തിട്ട് ഒരു സെമി സ്ലീപ്പ് കണ്ടീഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സത്യം മാത്രമേ പറയുള്ളൂ ആൾ ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നോർമലി എന്തുകൊണ്ടാണ് ഡിപ്രഷൻ എന്നുള്ളത് സാധാരണ ഡിസ്ക്ലോസ് ചെയ്യാത്ത ആ സമയത്ത് പറയും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ലൈഫിലൊരു ചേഞ്ച് വന്നത്? ഇപ്പോൾ കോളേജിൽ പോയിരുന്ന കുട്ടി കോളേജിൽ പോകുന്നില്ല, ആരോടൊന്നും മിണ്ടില്ല, ഭക്ഷണം കഴിക്കില്ല, അങ്ങനെ ഒന്നും മിണ്ടില്ല. എന്നാൽ അതൊരു മെൻ്റൽ ഡിസോർഡറാണെന്ന് നമുക്ക് തോന്നില്ല അങ്ങനെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതിൽ ആ സമയത്ത് അവിടെ പോയി കറക്റ്റ് ചെയ്യണം. അവിടെ പോയി കറക്റ്റ് ചെയ്തിട്ട് ഉണർത്തി കൊണ്ടുവന്ന, അപ്പോൾ അവിടെ ലോജിക്കലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ച് അതെന്താ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ചെറിയ റീസൺസൊക്കെ ഉണ്ടാവുള്ളൂ, അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സപ്പോസ് നമ്മൾ ആ പെൻറ്റത്താൽ സോഡിയം കൊടുത്ത ആ സെമി സ്ലീപ്പ് സ്റ്റേറ്റിൽ അവിടെ സത്യമായി പറയുള്ളൂ, അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, അവിടെ നമ്മൾ റോങ് ഐഡിയ പറഞ്ഞു നോക്കിയാൽ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, അപ്പോൾ ഉണർത്തി കൊണ്ടുവന്ന എന്ത് സംഭവിക്കുമെന്ന് വെച്ചു. അപ്പോൾ ഡോക്ടർ അത്ഭുതകരമായിട്ട് പറഞ്ഞു, ദെൻ പേഷ്യൻ്റ് വിൽ ബിക്കം വയലൻ്റ്. അതായത് ദെൻ ഐ ഗോട്ട് എൻ ഐഡിയ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, അപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഡോക്ടർക്ക് അറിയാം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതുണ്ട്, നമ്മൾ ഹാർട്ടിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സെൻറ്ററിൽ, അതായത് ആ ഒരു ധാർമ്മിക് സെൻറ്ററല്ലേ, നമ്മുടെ നിലനിൽപ്പല്ലേ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ധാർമ്മിക് സെൻറ്ററിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരു വ്യക്തി, സമൂഹം, പ്രപഞ്ചം, ഈശ്വരൻ, ഈ ഫാക്ടേഴ്സിന് ഒരേപോലെ ഹാർമോണിയസ് അല്ലാത്ത എന്തെങ്കിലും കാര്യം അവിടെ പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ.
അങ്ങനെ പറഞ്ഞിട്ട് പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവന്ന പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വയലൻ്റ് ആവും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അപ്പോൾ അതാണോ ആക്ച്വലി ഈ ടെററിസ്റ്റുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സെമി സ്ലീപ്പ് പോലത്തെ കണ്ടീഷനിൽ ഒരു എന്താ പറയുക, മന്ത്രങ്ങൾ പോലെ ഇത് അവരെ വെറുക്കണം, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, മറ്റു ആൾക്കാരെ അവർ കൊല്ലണം, എന്നാലാണ് സ്വർഗത്തിൽ, അങ്ങനെയുള്ള ഈ ഹാർമോണിയസ് അല്ലാത്ത, അത് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വ്യക്തിക്കും സമൂഹത്തിനും പ്രപഞ്ചത്തിനും ഈശ്വരനും നിരക്കാത്ത കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർ ഉണർന്നു വരുമ്പോൾ വയലൻ്റ് ആവണം അവർ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് കംപ്ലീറ്റ്ലി അത് ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ റിഗ്രഷനുമായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കൈൻഡ് ഓഫ് ഹിപ്നോട്ടിസം ആണ് ഇപ്പം പറഞ്ഞത്. അതായത് സബ് കോൺഷ്യസിലേക്ക് കൊണ്ടുപോയിട്ട് ആ സമയത്ത് ഈ വ്യക്തിയുടെ അവയർനെസ് അവിടെ ഇല്ല. ഓക്കെ, അവയർനെസ് എന്ന് മീൻസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അവിടെ ഇല്ല. പക്ഷേ ഈ റിഗ്രഷൻ തെറപ്പി തന്നെ പല രീതിയിലുണ്ട്, പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ട്രാൻസ്പേഴ്സണൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിയിൽ ഇറ്റ്സ് കോൾഡ് എൻ എലിപ്റ്റിക്കൽ കോൺഷ്യസ്നെസ്. അതായത് ഇപ്പോൾ എന്നെ റിഗ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അവിടെ ഉണ്ടാവും. അതിൻ്റെ കൂടെ വിൽ ബി ടേക്കൺ ബാക്ക് ടു ദ പാസ്റ്റ് കോൺഷ്യസ്നെസ്. സോ ഇവിടെ അങ്ങനെ ഒരു മിസ്മാച്ച് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കോൺഷ്യസ് മൈൻഡിൻ്റെ അവയർനെസ്സും അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് എലിപ്റ്റിക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സോ യു അഗ്രി ടു ദിസ് അല്ലേ? അതെ അതെ, അല്ലാതെ ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നിയത്, കാരണം നമ്മൾ ഈ ബാബുജി മഹാരാജിൻ്റെ 10 മാക്സിംസ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു പ്രോപ്പർ ലൈഫ് ലീഡ് ചെയ്യേണ്ടത് ഒരു പ്രോപ്പർ മൈൻഡിനും എത്രമാത്രം അത്യാവശ്യമാണെന്നുള്ളത്, അത് വ്യക്തിക്ക് മാത്രമല്ല, വ്യക്തിക്കും സമൂഹത്തിനും പ്രപഞ്ചത്തിനും ഒരേപോലെ. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യലാണ് ഇതിൻ്റെ എല്ലാം ബേസ് എന്നുള്ളത്. അപ്പോൾ ഈ ഡിസീസസൊക്കെ ആ രീതിയിലാവും ഡെവലപ്പ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കണമെന്ന് വെച്ചാൽ, സിമ്പിൾ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ്, മെഡിറ്റേഷൻ, ക്ലീനിങ്, പ്രെയർ, കോൺസ്റ്റന്റ് റിമെമ്പറൻസ് എന്ന് പറയുന്നത്, ഈസ് ഇറ്റ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഓൾ ദീസ് പ്രോബ്ലംസ്? ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് നമ്മൾ ഡെലിജൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത്തരം എല്ലാ തരത്തിലുള്ള ക്ലേശാസൊന്നും പുറത്തേക്ക് വരാമെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും, ശരിക്കും. സോ യു സയൻറ്റിഫിക്കലി അഗ്രി ടു ദാറ്റ്? ഡെഫിനറ്റ്ലി അഗ്രി ടു ദാറ്റ്. ഇതിലൊരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലീനിങ് കൂടാതെ തന്നെ ബെഡ് ടൈം പ്രെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഞാൻ ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള ബുക്സ് ഓരോന്നും വായിക്കുമ്പോഴും നമ്മൾ പോലും അറിയാതെ ചെയ്ത തെറ്റുകൾ ശരിക്കും നമ്മൾ രാത്രി റിപ്പൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർഗീവ്നെസ് ചോദിച്ച് അതിന് റിപ്പൻറ്റൻസ് ചോദിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ ഒരു ട്രാൻസെൻഡൻസ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് ശരിക്കും ഇത് വായിച്ചപ്പോഴാണ്. സോ അതിലൂടെ മനസ്സിലായി ഹൗ ബ്യൂട്ടിഫുൾ ആർ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസ് ആർ. ശരി, അങ്കിൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഡെലിജൻ്റ് ആയിട്ട് മനസ്സ് തൊട്ട് ഹാർട്ട് തൊട്ട് അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയൊക്കെ തന്നെ ട്രാൻസെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അജയുടെ ലൈഫിൽ ഈ ഡോക്ടർ, റിഗ്രഷൻ, ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ, ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഓരോ സ്റ്റേജിലും ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യുന്ന തരത്തിലായിരുന്നു സയൻറ്റിഫിക് പ്രൂഫുകൾ വന്നുകൊണ്ടിരുന്നത്. അതെ, ശരിക്കും. ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ രാജി പറയാറുണ്ടല്ലോ, മുമ്പ് കാലങ്ങളിൽ ഒരു സയൻറ്റിഫിക് ഇൻവെൻഷൻ വന്നിട്ട് അത് റിലീജിയൻ എഗൻസ്റ്റ് ആണെങ്കിൽ റിലീജിയൻ വിൽ ടേക്ക് റിവഞ്ച്. ഗലീലിയോ, ബ്രൂണോനെയൊക്കെ ചെയ്ത പോലെ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു റിലീജിയസോ സ്പിരിച്വലോ ആയിട്ടുള്ള വസ്തുത സയൻറ്റിഫിക് അല്ലെങ്കിൽ സയൻസ് വിൽ ടേക്ക് റിവഞ്ച് അല്ലേ? സോ ഒരു റിവേഴ്സൽ സിറ്റുവേഷനിലാണ്. അന്ന് റിലീജിയൻ റിവഞ്ച് എടുത്തുന്നു, ഇപ്പോൾ സയൻസ് റിവഞ്ച് എടുക്കുന്ന പോലെയാണ്. അപ്പോൾ എവറിത്തിങ് വി ഹാവ് ടു സേവ് യു. അതാണ് ഞാൻ ഇത് ചോദിക്കാൻ കാരണം. അപ്പോൾ അജയുടെ ലൈഫ് അതൊരു ഒരു എക്സ്പീരിയൻഷ്യൽ ലൈഫായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ശരിക്കും എന്ന് വെച്ചാൽ എല്ലാം ഓരോന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കി ഏതിലോട്ട് ഡീപ്പായിട്ട് പോകുമ്പോഴും അറ്റ് ദ എൻഡ് ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ പ്രാക്ടീസ് ദാറ്റ് ടേക്സ് us ഫോർവേഡ് എന്നുള്ളൊരു നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസിലൂടെയാണ്. വളരെ ശരിയാണ്. വെരി ഗുഡ്. ഇനി ഫാമിലി ഞാൻ ചോദിച്ചില്ലേ, ഫാമിലിയെ കുറിച്ചും ചോദിച്ചില്ല. യു ആർ മാരീഡ് അല്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു പറയാം? മിഷനിൽ കൂടെ അല്ലേ മാരി ചെയ്തത്? മിഷനിലൂടെയാണ്. അതൊന്നും പറയാമോ? മാത്രമല്ല ഒരു പ്രോസ്പെക്റ്റീവ് എന്താ പറയുക, എലിജിബിൾ ബാച്ചിലേഴ്സിന് ഒരു അഡ്വൈസ് മാതിരി. ഓക്കെ, അത്ര അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് റീസെന്റ് ആയിട്ടാണ് അജയ് മാരി ചെയ്തല്ലേ?
ഓൾമോസ്റ്റ് 1 ഇയർ. ഹസ്ബൻഡ് ഗുജറാത്തിൽ നിന്നാണ്. ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണറാണ്, പുള്ളിയും ട്രെയിനറാണ്. ട്രെയിനറും കൂടിയാണ്. അതെ അതെ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും എല്ലാവരും ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണറാണ്. അപ്പം ഇങ്ങനെ ഒരു സജഷൻ വന്നു. അതും ദാജിനോട് സംസാരിച്ചപ്പോൾ ദാജി പറഞ്ഞു രണ്ടുപേരും സംസാരിച്ച് തീരുമാനിച്ചിട്ട് പറയൂ എന്നുള്ളതിൽ. ദാജി തന്നെ പറഞ്ഞു ഓക്കെ നമുക്കിനി കല്യാണമാവാം എന്നുള്ളതിൽ. സോ അവിടെയും ദാജിയുടെ ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് മാരേജും സോളംനൈസ് ചെയ്തത് ഇവിടെ കാനാ ശാന്തിവനത്തിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ഒരുപാട് മെനി പീപ്പിൾ വാണ്ട് ടു ഗെറ്റ് മാരീഡ് ത്രൂ ഹാർട്ട്ഫുൾനെസ്. ഇപ്പോൾ അവരോട് ഡോക്ടർ അജയ്ക്ക് എന്താ പറയാനുള്ളത് ബേസ്ഡ് ഓൺ യുവർ ഓൺ ലൈഫ് എക്സ്പീരിയൻസ്? കൾച്ചർ, സ്റ്റേറ്റ്, അതായത് ഏത് കൾച്ചറാണ്, ഏത് സ്റ്റേറ്റാണ്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ അതിനൊക്കെ ഉപരി ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഡെലിജൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം ഈ പാർട്ട്ണറും മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാവുമ്പോൾ ഇറ്റ് ആഡ്സ് ലോട്ട് ഓഫ് വാല്യൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മുടെ ഇൻഡിവിജ്വൽ പ്രാക്ടീസിനും ഒരു തടസ്സം ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ രണ്ട് ഫാമിലീസിനും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ബിക്കോസ് ബിയോണ്ട് കൾച്ചർ വി ബിലീവ് ഇൻ എ സിസ്റ്റം ദാറ്റ് ടേക്സ് അസ് ഫോർവേഡ്. കൾച്ചറിനുപരി നമ്മുടെ ഒരു സിംഗിൾ ഗോളാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, ആ ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ഗോൾ. സോ ദാറ്റ് ആഡ്സ് വാല്യൂ എന്നാണ്. കോമൺ ഡിനോമിനേറ്റർ ആണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരിക്കും അതിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട് എന്നുള്ളത്. പിന്നെ അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള ഫാമിലി ഡീറ്റെയിൽസ്? അതെ, അച്ഛനും അമ്മ. അച്ഛനാണ് ആദ്യം മിഷനിൽ ജോയിൻ ചെയ്തത്. അതെ അതെ. അമ്മ സുമതി, എൻ്റെ സിസ്റ്ററും അമ്മയ. ഷീസ് ഓൾസോ എ ട്രെയിനർ, ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ. ശരി, നിങ്ങൾ രണ്ട് കുട്ടികളാണ്, രണ്ട് പെൺകുട്ടികൾ, രണ്ടുപേരും ഹാർട്ട്ഫുൾനെസ് ട്രെയിനേഴ്സ്. ഹസ്ബൻഡും ഹാർട്ട്ഫുൾനെസ് ട്രെയിനർ. വെരി ഗുഡ്. അപ്പോൾ ഈ ഹോൾ ജേണിയിൽ നോക്കി കഴിഞ്ഞാൽ അജയ ഹാർട്ട്ഫുൾനെസ്സിൽ വളർന്നൊരു കുട്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൽ വളർന്ന ഒരു ഡോക്ടർ, അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൽ കൂടി വന്ന ഒരു റിഗ്രസീവ് തെറാപ്പിസ്റ്റ്. ഇതിൽ എല്ലാത്തിലും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഫാക്ടർ അജയത കാണുന്നത്? ഐ വുഡ് സേ ആസ് എ സ്റ്റുഡൻറ് ഓഫ് സ്പിരിച്വാലിറ്റി അതാണ് ഏറ്റവും വാല്യുബിൾ ആണെന്ന് തോന്നുന്നത്. ഇനി എന്തൊക്കെ നമ്മൾ ഏതൊക്കെ ഡിഗ്രി ആഡ് ചെയ്താലും ദിസ് ഇസ് ദ ബേസ്. ഇതിലൂടെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് ഇസ് ദ ബേസ്. സോ സ്റ്റുഡൻറ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ് അജയ വാല്യൂ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലൈഫിൽ. നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡും കൂടി പിന്നെ സമയം പെർമിറ്റ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ അജയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ട്. താങ്ക് യു അജയ്. താങ്ക് യു സോ മച്ച്.